അമ്മ വലിയ കാര്യമായിട്ട് അടിച്ചു വാരലാണല്ലോ. എന്നാ ഞാൻ പറയാണ്ട് എന്നെ പഴമൊക്കെ എടുത്ത് വരണ്ടല്ലോ ഉണ്ടാക്കി തരാൻ. ഇത് അമ്മ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വേണമെന്നതാ. ഞാനൊന്നും ഉണ്ടാക്കില്ല. അമ്മ ഉണ്ടാക്കണത് എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും പറഞ്ഞു. അതെന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാ അങ്ങനെ പറയണത്. അപ്പൊ അമ്മ ഉണ്ടാക്കില്ല? ഞാൻ ഉണ്ടാക്കില്ല. മോളുണ്ടാക്കി അമ്മ തിന്നും. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കണല്ലേ? ഉണ്ടാക്കണം. നമുക്ക് കാലൊടിച്ചിട്ട് ബന്ധം കെട്ടിയാലോ? വേണ്ട. ഇന്ന് നമ്മൾക്ക് പഴം വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതിനിതേ നമ്മളിവിടെ 3 പഴം എടുത്തുകൊണ്ടുവന്ന് നടുപൊളിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 മുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം മധുരം പഴത്തിനുള്ള കാരണം ഇട്ട് കൊടുത്തിട്ടില്ല. പഴമൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് ഉടയ്ക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ചൂടാറാൻ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 2 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതേ പഴമൊക്കെ ചൂടാറി വന്നപ്പോൾ നന്നായിട്ട് ഒന്ന് തിരുമ്മി ഉടച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇത് ഇതുപോലെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുട്ടയിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡിലും ഒന്ന് ടിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം ദേ ഇവിടെ റെഡി ആണല്ലേ. നമുക്കിനി അത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. നല്ല അടിപൊളി പഴത്തിന്റെ കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ട്ടാ. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ട്ടാ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവളെന്നും ഈ പഴം വെച്ചിട്ടുള്ള വീഡിയോ ആണോന്ന്. അങ്ങനെയല്ല ട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്താണെന്നറിയോ? നമ്മളൊക്കെ സാധാരണക്കാരാ. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ വലിയ ഡിഷുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സാധനങ്ങൾ വേണം. നമുക്കിപ്പോൾ ഓടിച്ചെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോ ഡിഷുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ കട്ട്ലേറ്റ് ദേ ഇവിടെ റെഡിയായി. പഴം കൊണ്ട് കടി ഉണ്ടാക്കിയില്ലേ? പഴം കൊണ്ട് ഇങ്ങനെ ഒന്ന് കടി ഉണ്ടാക്കാല്ലേ? എന്തായാലും സൂപ്പർ ആയിട്ട് മോളെ.